മുഖത്ത് ജെഫ് ആദ്യമായി കണ്ണാടിയിൽ തന്നെ കണ്ട് അത്ഭുതപ്പെടുന്നു. ഫിഞ്ച് ഒരു ബാഗ് പോപ്കോൺ കണ്ടെത്തിയതിൽ ആവേശഭരിതനാകുന്നു. അദ്ദേഹം അത് പുറത്തേക്ക് കൊണ്ടുപോയി തുറന്ന് സൂര്യന് അത്രയ്ക്ക് ചൂടുണ്ടെന്നും നിമിഷങ്ങൾക്കുള്ളിൽ ചോളം മുഴുവൻ പൊട്ടുമെന്നും ജെഫിന് കാണിച്ചുകൊടുക്കുന്നു. കൊടുങ്കാറ്റ് അടുത്തുവരുന്നത് ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഈ ചെറിയ സന്തോഷ നിമിഷം തടസ്സപ്പെടുന്നു. അവർ ഉടൻ തന്നെ ആർവിയിലേക്ക് മടങ്ങുകയും നഗരത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യുന്നു. പക്ഷേ കൊടുങ്കാറ്റ് അവരെ പിടികൂടാൻ പോകുന്നു. അഭയം കണ്ടെത്തുക എന്നതാണ് അവരുടെ ഏക മാർഗം. അതിനാൽ കമ്പികൾ ഉപയോഗിച്ച് ആർവി കെട്ടിയിടാൻ ഫിഞ്ച് ജെഫിന്റെ സഹായം തേടുന്നു. അസുഖം കാരണം ഫിഞ്ച് വേഗം ക്ഷീണിക്കുന്നു. അതിനാൽ ജെഫ് ജോലി പൂർത്തിയാക്കാൻ അവനെ അകത്തേക്ക് തിരിച്ചയക്കുന്നു. ഗുഡിയറിനെ ഒരു ക്യാബിനറ്റിലേക്ക് അയക്കുകയും ഫിഞ്ച് എല്ലാ ജനലുകളും മൂടുകയും ചെയ്ത ശേഷം ജെഫിനെ വിളിക്കുന്നു. അവസാനത്തെ കമ്പി വെച്ച് കൊടുങ്കാറ്റ് വാഹനത്തിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് ജെഫ് ആർവിയിലേക്ക് ഓടിക്കയറുന്നു. കൊടുങ്കാറ്റ് തട്ടുമ്പോൾ ആർവി ഭയങ്കരമായി കുലുങ്ങുന്നു. ഫിഞ്ചും ജെഫും ഫർണിച്ചറുകളിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്നു. അതേസമയം കമ്പികൾ ഓരോന്നായി പൊട്ടാൻ തുടങ്ങുന്നു. ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നു. നിരവധി മിനിറ്റുകൾ കുലുങ്ങിയ ശേഷം കൊടുങ്കാറ്റ് മാറുകയും സംഘം പുറത്തുവരികയും ചെയ്യുന്നു. ജെഫ് തന്റെ വലിയ ശക്തി ഉപയോഗിച്ചു വെച്ച കമ്പിയാണ് അവസാനമായി നിന്നതെന്ന് ഫിഞ്ച് ശ്രദ്ധിക്കുന്നു. എന്നാൽ ഒരു ടയർ നശിച്ചതായും അദ്ദേഹം കണ്ടെത്തുന്നു. അവർക്കൊരു സ്പെയർ ടയറുണ്ട്. അത് മാറ്റാൻ ജെഫിന് തന്റെ ശക്തി ഉപയോഗിച്ച് ആർവി ഉയർത്താൻ കഴിയും. ആ രാത്രി സംഘം അവിടെ സമാധാനമായി വിശ്രമിക്കാൻ ചെലവഴിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവർ സോളാർ പാനലുകൾ തുറന്ന് യാത്ര തുടരുന്നു. ജെഫ് ഗുഡിയറിനോട് തിരികെ കുരയ്ക്കുന്നു. തനിക്ക് നായയുടെ ഭാഷ പഠിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിനാൽ ഗുഡിയറിന് അവനെ വിശ്വസിക്കാൻ സമയമെടുക്കുമെന്ന് ഫിഞ്ച് അവനോട് വിശദീകരിക്കുന്നു. പിന്നീട് അവർ വീണ്ടും യാത്രയിലായിരിക്കുമ്പോൾ ജെഫ് ചോദിക്കുന്നു, എന്താണ് കൃത്യമായ വിശ്വാസം? ഇത്രയും സങ്കീർണമായ ഒന്ന് എങ്ങനെ വിശദീകരിക്കണമെന്ന് ഫിഞ്ചിനറിയില്ല. അതിനാൽ അതിനുപകരം അദ്ദേഹം ഒരു കഥ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ജോലിയിൽ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ മോശം തൊഴിലാളികളുടെ ഒരു ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഫിഞ്ച് തനിയെ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം മുഴുവൻ ടീമിനും ക്രെഡിറ്റ് നൽകി അവരുടെ വിശ്വാസം നേടി. എന്നിരുന്നാലും ഫിഞ്ചിന്റെ പ്രശ്നം അവരെ വിശ്വസിച്ചില്ല എന്നതാണെന്ന് പറഞ്ഞ് ജെഫിന് കഥ മനസ്സിലാകുന്നില്ല. ഫിഞ്ച് ഭ്രാന്തമായി ചുമക്കാൻ തുടങ്ങിയപ്പോൾ സംഭാഷണം തടസ്സപ്പെടുന്നു. അതിനാൽ വിശ്രമമെടുക്കാൻ റോഡിനരികിലുള്ള ഒരു റെസ്റ്റോറന്റിൽ അദ്ദേഹം നിർത്തുന്നു. തണലിനായി റെസ്റ്റോറന്റ്സിന്റെ പ്രവേശന കവാടത്തിനടുത്ത് ആർവി പാർക്ക് ചെയ്തിട്ട് അദ്ദേഹം സ്യൂട്ടില്ലാതെ റെസ്റ്റോറന്റിലേക്ക് ഓടുന്നു. അവിടെ രക്തം ചുമച്ചു തുടങ്ങുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു കുര കേൾക്കുകയും ഗുഡിയർ ജെഫ് പുറത്തെടുക്കുന്നത് എതിർക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അതിനാൽ ജെഫിനോട് ആർവിക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞ ശേഷം ഫിഞ്ചിന് ലീഷെടുത്ത് നായയെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. ഫിഞ്ച് ഗുഡിയറിനൊപ്പം ഒരു നല്ല നിമിഷമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ജെഫ് ആർവി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. അവന് കുറച്ച് സംഗീതം പ്ലേ ചെയ്യാൻ കഴിയുന്നു. എന്നിട്ട് അത് ഓടിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാറിൽ അബദ്ധത്തിൽ തട്ടുന്നു. ഇത് ശ്രദ്ധിച്ച ഫിഞ്ച് പുറത്തേക്ക് ഓടുന്നു. അതിനാൽ ഗുഡിയർ അവനെ പിന്തുടരുകയും സൂര്യന് താഴെ ചവിട്ടാൻ പോകുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ഫിഞ്ച് സമയത്തിന് അവനെ തടയുന്നു. തുടർന്ന് ഫിഞ്ച് ജെഫിനെ അവന്റെ പ്രവൃത്തികൾക്ക് ശാസിക്കുകയും ആർവി തിരികെ കൊണ്ടുവരാൻ ആവശ്യം